ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ അടുത്ത ആഴ്ചയിലെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആ തീവ്രവാദികളെ പിടിക്കാൻ വേണ്ടി ഗൗതം മുല്ലംകൊള്ളിയിലേക്ക് പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എടുക്കുകയാണ്, മുല്ലംകൊല്ലിക്കാടിലേക്ക്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്കും കുടുംബക്കാരും മുഴുവനും എതിർത്തു. പക്ഷേ അതൊന്നും നമ്മുടെ ഗൗതം വകവെച്ചില്ല. കാരണം ഗൗതത്തിന് ഏറ്റവും വലുത് തൻ്റെ ഡ്യൂട്ടിയാണ്. കുടുംബത്തെ പോലെ തന്നെ ഡ്യൂട്ടിയെയും സ്നേഹിക്കുന്നുണ്ട് നമ്മുടെ ഗൗതം. അങ്ങനെ എല്ലാവരുടെയും യാത്രയും പറഞ്ഞ് പിങ്കിയോടെയും യാത്ര പറഞ്ഞ് ഗൗതം നേരെ പുറത്തേക്ക് ഇറങ്ങാൻ പോയപ്പോഴും ഗൗതത്തിൻ്റെ മനസ്സങ്ങോട്ട് അനുവദിക്കുന്നില്ല. കാരണം നന്ദയുടെ ആ കണ്ണീര് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഗൗതത്തിന് വല്ലാത്തൊരു സങ്കടം തോന്നി. അങ്ങനെ ഗൗതം വീണ്ടും അവിടെ നിന്ന് തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ നന്ദയ്ക്ക് ആകെയുടെ സങ്കടം സഹിക്കാൻ വയ്യാതെ ഓടിച്ചെന്ന് ഗൗതത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. അപ്പോൾ ഇതും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കുടുംബത്തിലെല്ലാവർക്കും വളരെയേറെ സങ്കടം തോന്നി. അങ്ങനെ ഗൗതം നന്ദയെ ആശ്വാസപ്പെടുത്തുകയാണ്. നന്ദ, എൻ്റെ കർത്തവ്യങ്ങളെല്ലാം നിർവഹിച്ചിട്ട് ഉടനെ തന്നെ ഞാൻ ഇങ്ങോട്ട് വരും. നീ യാതൊരു കാരണവശാലും പേടിക്കണ്ട നന്ദ, ധൈര്യമായിട്ടിരിക്കുക. എൻ്റെ കർമ്മത്തിന് വേണ്ടിയല്ല ഞാൻ പോകുന്നത്. എനിക്ക് ഈ ഡ്യൂട്ടി കളയാനായിട്ട് പറ്റില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നന്ദയെ ആശ്വാസപ്പെടുത്തിയിട്ട് ഗൗതം അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. പക്ഷേ ഗൗതത്തിൻ്റെ പോക്ക് വല്ലാത്തൊരു ഷോക്കായിരുന്നു നമ്മുടെ നന്ദയ്ക്ക്. നന്ദയ്ക്കാണെങ്കിൽ കരച്ചിൽ. അങ്ങനെ നന്ദയെ ആശ്വാസപ്പെടുത്തുകയാണ് എല്ലാവരും വന്നിട്ട്. എല്ലാവരും വന്ന് ആശ്വാസപ്പെടുത്തിയെങ്കിലും നന്ദയ്ക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര സങ്കടവും ഉണ്ട്. ദൈവമിനി എന്ത് ചെയ്യാനാണ്. പക്ഷേ ഈ സമയം തന്നെ നമ്മുടെ പിങ്കി ആണെങ്കിൽ പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അർജുൻ സത്യങ്ങളെല്ലാം അറിഞ്ഞു. എന്ത് ചെയ്യും? എന്നിട്ടും അർജുനാണെങ്കിൽ ആ ദേഷ്യമൊന്നും പിങ്കിയോട് കാണിക്കാതെ തൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഭയങ്കര സ്നേഹമാണ് ഈ പിങ്കിയോട്. വേണ്ട വിധത്തിലെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയാണ്. അവൾക്ക് പനിയായിട്ട് കിടന്നപ്പോഴും എല്ലാം മുന്നിൽ എത്തിച്ചു കൊടുക്കുമായിരുന്നു നമ്മുടെ അർജുൻ. പക്ഷേ എന്നിട്ടും ഗൗതമിനെ മനസ്സിൽ നിന്ന് കളയാനായിട്ട് പിങ്കി തയ്യാറായില്ല. അങ്ങനെ പിങ്കി അറിയുകയാണ് ഗൗതം കാടുകളിലേക്ക് പോയെന്ന്. ഇതറിഞ്ഞ പിങ്കിക്കാണെങ്കിൽ ആകെ അരിശം വരികയാണ്. ഒരു വാക്ക് തന്നോടൊന്നും പറയാതെ പോലും ഗൗതം പോയിരിക്കുന്നു. ഇതൊക്കെ എങ്ങനെ സഹിക്കും? അങ്ങനെ സഹിക്കാൻ പറ്റാതെ വീണ്ടും പിങ്കിക്ക് ആകെ കലി വന്നൊരവസ്ഥയിലാണ്. പക്ഷേ ഇനി ഇങ്ങനെ കലി കൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? പക്ഷേ എങ്ങനെയെങ്കിലും എല്ലാവരുടെ മുന്നിൽ തെളിയിക്കണം താൻ നല്ലവളായെന്ന്. ആദ്യം തെളിയിക്കേണ്ടത് നന്ദയുടെ മുന്നിലാണ്. നന്ദയുടെ മുന്നിൽ തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗൗതം സാറിൻ്റെ അടുത്ത് അടുക്കാനായിട്ട് അധികം പ്രയാസം കാണില്ല. നന്ദയെ സ്നേഹിച്ചു തുടങ്ങിയാൽ ഗൗതം സാർ എന്നോടും മിണ്ടാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് ഇനി ഗൗതമനെ കൈക്കലാക്കാൻ ഇതേ ഉള്ളൊരു വഴിയെന്ന് പിങ്കി അങ്ങോട്ട് മനസ്സിൽ കരുതുകയാണ്. പക്ഷേ നമ്മുടെ നന്ദയുടെ മുന്നിൽ ചെറിയൊരു സ്നേഹം കാണിച്ചാൽ പോലും അത് ആത്മാർത്ഥതമാണ് എന്നാണല്ലോ ഈ നന്ദ മനസ്സിൽ കരുതുന്നത്. അങ്ങനെ ഈ മുള്ളംകൊല്ലി കാടിലേക്ക് നേരെ പോകുകയാണ് നമ്മുടെ പോലീസ് ഓഫീസറും എല്ലാവരും കൂടി ചേർന്ന് പോവുകയാണ്. എന്ന് വെച്ചാൽ തീവ്രവാദികളെ പിടിക്കണമല്ലോ. പിടിച്ചില്ലെങ്കിൽ അവർ ആ നാട് മുഴുവനും നശിപ്പിക്കും. നാട് മുഴുവൻ കേരളം തന്നെ നശിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ആ തീവ്രവാദികൾ വന്നിരിക്കുന്നത്. അപ്പം ഇതെങ്ങനെയെങ്കിലും തടയണമല്ലോ. അങ്ങനെ നമ്മുടെ അഭിരാമി ആണെങ്കിൽ ഗർഭിണിയാണ്. അപ്പോൾ ഈ അബിക്കാണെങ്കിൽ ആകെ പേടിയും തോന്നുകയാണ്. അഭിരാമി, എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ സുരക്ഷിതമായിരിക്കണം. നിന്നെക്കുറിച്ച് ഓർത്തിട്ടാണ് എനിക്ക് വേദന. ഇതൊക്കെ കേട്ടപ്പോഴേക്കും എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇങ്ങനെയൊന്നും പറയാനായിട്ട് നിൽക്കരുത്. ഞാൻ അതിനു വേണ്ടിയാണ് കൂടെ നിൽക്കുന്നത്. എന്ത് സമയത്ത് ഞാൻ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. അങ്ങനെ കാടുകളിലേക്ക് വന്ന് ആ വണ്ടിയൊക്കെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കൊരു അറിയിപ്പ് കിട്ടുകയാണ്. തന്നെ തേടി പോലീസുകാർ വന്നിട്ടുണ്ടെന്ന്. ഇതറിഞ്ഞ ഈ ആദ്യമാണെങ്കിൽ പോലീസുകാരൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നത്. ഏത് നിമിഷവും ഞാൻ പിടിയിലാകും. പക്ഷേ അഭിരാമി, നീ ദൃഢനിശ്ചയത്തോടു കൂടി തന്നെ നിൽക്കണം എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അഭിരാമിക്കാണെങ്കിൽ ആകെ പേടിയും തോന്നുന്നു. കാരണം എത്ര ദൂരം അഭിരാമി ഓടും? നിറവയറായിട്ട് നിൽക്കുകയല്ലേ. പ്രസവം എടുക്കാറായി. പിന്നെ ആദിയോടൊപ്പം പോകാനും പറ്റില്ലല്ലോ. പിന്നെ എന്ത് ചെയ്യുമെന്നറിയാൻ പാടില്ലാത്ത ഒരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഇവർ ഭയങ്കര കരച്ചില്. അങ്ങനെ നമ്മുടെ ഗൗതം ആണെങ്കിൽ തോക്കും ഒക്കെ എടുത്തിട്ട് അവിടെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇവരെയൊക്കെ വെടിവെച്ച് വീഴ്ത്തണം എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശത്തോടു കൂടി തന്നെ. ഇതേസമയം തന്നെ നമ്മുടെ നന്ദയെ ആശ്വാസപ്പെടുത്താൻ വരികയാണ് ഈ പിങ്കി. അങ്ങനെ പിങ്കി നേരെ നന്ദയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. നന്ദയുടെ അടുത്തേക്ക് ചെന്ന് വെച്ചപ്പോൾ നന്ദ എന്നും പറഞ്ഞിട്ട് വിളിക്കുകയാണ്. നന്ദ വലിയ മൈൻഡൊന്നും ചെയ്യുന്നില്ല. കാരണം ഇവളെന്തും പറഞ്ഞിട്ടാണ് വരാനായിട്ട് പോകുന്നതെന്ന് അറിയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നന്ദ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. നന്ദ, എന്നോട് ദേഷ്യം കാണുമല്ലേ? ഞാൻ ചെയ്തതെല്ലാം വളരെയേറെ തെറ്റാണ് നന്ദ. എനിക്കത് മനസ്സിലായി. ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത്? ഗൗതം ഇപ്പം നിന്റെ സ്വന്തമായില്ലേ? എനിക്കിനി ഗൗതം ആരാണല്ലേ? ഗൗതം എന്നിൽ നിന്ന് അകപ്പെട്ടു പോയി.
അകലപ്പെട്ടു പോയി. ഇനിയിപ്പോൾ ഞാൻ ഗൗതത്തിൻ്റെ പിന്നാലെ നടന്നിട്ടൊന്നും യാതൊരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി നന്ദ. അപ്പോൾ പിങ്കിയുടെ ഒരു വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നന്ദയ്ക്ക് ആകെ അതിശയം തോന്നുകയാണ്. ഇവളെന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നൊക്കെ ചിന്തിച്ച് തന്നെയാണ് നന്ദ നിൽക്കുന്നത്. അതെ അതെ നന്ദ, എൻ്റെ മനസ്സൊക്കെ മാറി നന്ദ. ഇനി നിന്നെ വേദനിപ്പിക്കില്ല ഞാൻ. ഇപ്പം നീ വളരെയേറെ സങ്കടപ്പെട്ടായിരിക്കുന്നതെന്ന് എനിക്കറിയാം. എന്നാലും ഗൗതം എന്ത് പണിയാ കാണിച്ചത് നിന്നെ ഇവിടെ തനിച്ചാക്കിയിട്ട്? ദേ ഗൗതം പോയി കളഞ്ഞില്ലേ കാടുകളിലേക്ക്. കുറച്ച് ദിവസം ലീവ് എടുത്ത് ഇവിടെ നിൽക്കായിരുന്നു. നിങ്ങളൊന്ന് സ്നേഹിച്ചും ജീവിച്ചും ഒക്കെ തുടങ്ങിയതല്ലേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ ഇങ്ങനെ പോകണ്ടായിരുന്നു എന്ന് പറയുകയാണ്. അപ്പം ഇത് ഇടിഞ്ഞപ്പോഴേക്കും നന്ദ വിശ്വസിച്ചു. ഓ, അപ്പോൾ പിങ്കിയുടെ മനസ്സ് മാറിയല്ലേ, ഇനി ഗൗതം സാറിൻ്റെ പിന്നാലെ വരില്ലല്ലേ, അപ്പോൾ ഉറപ്പാണ് എന്നൊക്കെ നന്ദ മനസ്സിൽ കരുതുകയാണ്. അപ്പോഴും പിങ്കിയുടെ മനസ്സ് പറയുകയാണ്, എടീ നിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ആശ്വാസപ്പെടുത്തുന്നത് എൻ്റെ ഗൗതമിനെ എനിക്ക് സ്വന്തമാക്കാൻ വേണ്ടിയാണ്. അങ്ങനെ എന്താ പിങ്കി എന്താ ആലോചിക്കുന്നത്? ഇല്ല, ഞാൻ നിൻ്റെ കാര്യമൊക്കെ ആലോചിച്ച് ആകെ സങ്കടപ്പെടുകയായിരുന്നു. നീ എനിക്ക് അറിയില്ലേന്നും പറഞ്ഞുകൊണ്ട് കണ്ണീരൊക്കെ തുടച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ്. ഏതായാലും നമുക്കിതിലൊരു തീരുമാനം എടുത്തല്ലേ മതിയാവുള്ളൂ. എത്രയും പെട്ടെന്ന് ഗൗതമിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അങ്ങനെ കാടുകളിലേക്കൊന്നും വിടാനായിട്ട് പറ്റുമോ? അങ്ങനെയൊന്നും പറ്റില്ല. എത്രയും പെട്ടെന്ന് ഈ ഒരു വലിയ ഓഫീസറെ നമ്മൾക്ക് പോയി കണ്ടേ മതിയാവുള്ളൂ. അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തേ മതിയാവുള്ളൂ എന്നുള്ള കാര്യം പറയാണ്. അതുകൊണ്ട് പ്രയോജനമുണ്ടോ പിങ്കി? പ്രയോജനമുണ്ട്. നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയണം. കാരണം ഇത്ര ഒരു വലിയ റിസ്ക് എടുത്തിട്ടാണ് ആ കാടുകളിലേക്ക് ഇവരെ വിട്ടിരിക്കുന്നത്. അത് നമുക്ക് തടഞ്ഞല്ലേ മതിയാവുള്ളൂ. അങ്ങനെ വിടാനായിട്ട് പറ്റുമോ? ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ നഷ്ടപ്പെട്ടാൽ നമുക്കല്ലേ നഷ്ടപ്പെടുള്ളൂ. നമുക്ക് എത്രയും പെട്ടെന്ന് ഓഫീസറെ പോയി കാണുമെന്നും പറയണം. അങ്ങനെ പിങ്കി പറഞ്ഞ പോലെ തന്നെ പിങ്കിയും നന്ദയും കൂടി ചേർന്ന് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. അവിടെ ആ വലിയ ഉദ്യോഗസ്ഥനെ കാണുകയാണ് ഇവർ രണ്ടുപേരും. എന്താ കാര്യം? ഞാൻ ഗൗതം സാറിൻ്റെ വൈഫാണ് സാർ. ഗൗതം സാറിന് എവിടെ പോയെന്ന് ഇപ്പം നിങ്ങൾക്ക് അറിയാലോ. ഗൗതം ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പോയിരിക്കണം. എന്ത് അത്യാവശ്യം സാർ? ഇവിടെ ഒരു റിസ്ക്കും ഇല്ലാതെ ആ കാടുകളിലേക്കാണ് പോയിരിക്കുന്നത്. അവിടെ എത്രമാത്രം അപകടം പിടിച്ച കാടുകളാണെന്ന് അറിയാമല്ലോ സാർ. എന്നിട്ട് പോലും ഇങ്ങനെ ഗൗതം സാറിനെ വിടണ്ടായിരുന്നു സാർ. പിന്നെ പോലീസുകാരുടെ ഡ്യൂട്ടി പോലീസുകാർക്ക് നോക്കിയല്ലേ മതിയാവുള്ളൂ. അവരോട് എന്ത് ജോലി പറഞ്ഞാലും ജോലി ചെയ്യും. എന്ത് ജോലി പറഞ്ഞാലും ചെയ്യും സാർ. പക്ഷേ അവരുടെ ജീവിതത്തിന് എന്താണ് ഒരു ഇതുള്ളത് സാർ? അവരുടെ ജീവിതത്തിൽ ഇത് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുമോ സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും ഭയങ്കര ഡയലോഗാണ്. എന്താ വേണ്ടതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് തന്നെ അറിയാം. ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ഇങ്ങനെയൊക്കെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെടുമ്പോൾ ഞങ്ങൾക്കേ നഷ്ടപ്പെടുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരങ്ങോട്ട് പോവുകയാണ്. പക്ഷേ ഇതേ സമയം തന്നെ കാടുകളിലേക്ക് പാഞ്ഞടുത്തിരിക്കുകയാണല്ലോ ഗൗതമത്തിൻ്റെ കൂടെയുള്ള കുറേ പോലീസുകാരൊക്കെ ചേർത്തിട്ട്. അങ്ങനെ ഇവർ ആ കുടില് കണ്ടെത്തുകയാണ്. കുടിൽ കയറി ആക്രമിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എടുക്കുകയാണ്. അങ്ങനെ ഇപ്പം അപ്പോഴേക്കും അഭിരാമിയാണെങ്കിൽ അഭിരാമിനെ ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റില്ല. അഭിരാമിക്കാണെങ്കിൽ ആകെ സങ്കടം തോന്നുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ആദ്യ ഭയങ്കര കരച്ചിലാണ്. അഭിരാമി നിനക്ക് എന്തെങ്കിലും പറ്റുമെന്നാണ് ഇപ്പം എൻ്റെ പേടി. നമുക്ക് ഒരുമിച്ച് പോകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് അങ്ങോട്ട് പോവുകയാണ്. പക്ഷെ കുറച്ചൊക്കെ നടന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇവൾക്ക് അഭിരാമിക്ക് ഭയങ്കരമായിട്ടും വയ്യാതെയായി. ഇനി ഒരടി പോലും നടക്കാൻ പറ്റില്ല എനിക്ക് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ എന്ത് ചെയ്യാനാണ്? അങ്ങനെ ബാക്കിയുള്ള കൂട്ടാളികളെയൊക്കെ ഇവർ പറഞ്ഞു വിടുകയാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് പൊയ്ക്കോണം, അല്ലെങ്കിൽ ശരിയാവില്ല എന്നൊക്കെ. അപ്പോഴേക്കും ഗൗതം അങ്ങോട്ട് വന്നു കഴിഞ്ഞ് ആരെ കണ്ടാലും വെടിവെക്കണമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ചിലവരെയൊക്കെ ഗൗതമും ബാക്കിയുള്ള കൂട്ടാളികളൊക്കെ ചേർന്ന് വെടിവെച്ച് അവർ അവിടെ തന്നെ പെടഞ്ഞു വീണ് മരിക്കുകയാണ്. ഇതൊക്കെ അറിഞ്ഞ് നമ്മുടെ ആദിക്കാണെങ്കിൽ ആകെ ടെൻഷൻ തോന്നുകയാണ്. അങ്ങനെ നമ്മുടെ ഈ അഭിരാമി പറയണേ, എവിടെയെങ്കിലും രക്ഷപ്പെട്ടോ ആദി, എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ടോ എന്നൊക്കെ പറയുകയാണ്. ഇല്ല, നിന്നെ വിട്ട് ഞാൻ എങ്ങോട്ടും പോകില്ല. എന്തെങ്കിലും വന്നാൽ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് വരട്ടെ. അങ്ങനെ നമ്മുടെ ആദിയെ പിടികൂടുകയാണ് ഈ ഒരു ഗൗതം ആദിയെ പിടികൂടി കഴിഞ്ഞപ്പോഴേക്കും അഭിരാമിക്കാണെങ്കിൽ ആകെ സങ്കടം തോന്നുന്നു. അപ്പോൾ അഭിരാമിയാണെങ്കിൽ വേദന കൊണ്ട് ആകെ പൊളഞ്ഞൊരവസ്ഥ നിൽക്കുകയാണ്. അപ്പോൾ നിരപരായ ഗർഭിണിയെ നമ്മുടെ ഗൗതം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടം തോന്നി. എന്തായാലും ഇവളൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ക്യാപ്റ്റൻ അഖില ഇവളാണെന്ന് നമ്മുടെ ഗൗതമത്തിന് മനസ്സിലാക്കുക തന്നെ ചെയ്യുകയാണ്. പക്ഷേ ക്യാപ്റ്റൻ അഖിലയും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ വെടിവെക്കണമെന്നാണല്ലോ മേളിൽ നിന്നുള്ള ഓർഡർ. പക്ഷേ എങ്ങനെ ഗർഭിണിയായ ഒരു സ്ത്രീയെ വെടിവെച്ച് വീഴ്ത്തും? അത് അങ്ങനൊരു മനസ്സ് നമ്മുടെ ഗൗതമത്തിന് തോന്നിയില്ല. പക്ഷേ ഈ
അഖിലയെ മാത്രം രക്ഷപ്പെടുത്തുകയാണ് നമ്മുടെ ഗൗതം ഒരു കണക്കിന് രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ്. എങ്ങനെയും ഹോസ്പിറ്റലിൽ എത്തിച്ചല്ലേ മതിയാവുള്ളൂ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട്. അപ്പോൾ ഗൗതത്തിൻ്റെ നല്ല മനസ്സ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അഖിലയുടെ മനസ്സും അങ്ങോട്ട് ഇളകിയാണ്. പക്ഷേ എൻ്റെ ആദിക്കൊന്നും വരാനായിട്ട് പാടില്ല. അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഇല്ല, ആദിക്ക് ഒന്നും സംഭവിക്കില്ല, ധൈര്യമായിട്ടിരിക്കുക. പക്ഷേ നിങ്ങളിങ്ങനെ തീവ്രവാദത്തിൽ ഇറങ്ങുന്നത് അത് ശരിയല്ലോ സാർ. ഞങ്ങൾ ചെയ്യുന്നത് തീവ്രവാദമല്ല, കാരണം ഞങ്ങളൊരു നാടിനെ രക്ഷിക്കുകയാണ്. പലരും ചെയ്തു കൂട്ടുന്നത് കണ്ടില്ലേ? താഴ്ന്ന ജാതിക്കാരെ ഇല്ലാതാക്കുക, അവരെ താഴ്ന്നു നിർത്തുക, അവരെ അടിമയെ പോലെ കാണുക. ഇത് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും മുൻകൈ എടുത്തിറങ്ങിയത്. അല്ലാതെ നല്ല ആൾക്കാരെ ആരെയും ദ്രോഹിക്കണമെന്ന് ഞങ്ങളുടെ മനസ്സിൽ പോലും കരുതിയിട്ടില്ല. അങ്ങനെ ആരെയും ഞങ്ങൾ ദ്രോഹിച്ചിട്ടില്ല, മറ്റുള്ളവരെ സഹായിച്ചിട്ട് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഈ അഖില ക്യാപ്റ്റൻ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിരുന്നപ്പോഴേക്കും ഗൗതത്തിന് ചില കാര്യങ്ങളെല്ലാം മനസ്സിലാവുകയാണ്. പറയുന്നതും സത്യമുണ്ടല്ലോ. അങ്ങനെ നമ്മുടെ നന്ദയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്, എന്ത് ചെയ്യാനായിട്ട്. അങ്ങനെ നന്ദയ്ക്കൊരു ന്യൂസ് എത്തുകയാണ്, ഗൗതം ഹോസ്പിറ്റലുണ്ടെന്ന്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നന്ദയ്ക്കാണെങ്കിൽ ആകെ ടെൻഷൻ തോന്നുകയാണ്. പിങ്കിക്കാണെങ്കിലും ആകെ ടെൻഷൻ, ഇതെന്താ ഗൗതം ഹോസ്പിറ്റൽ. അങ്ങനെ ചില കാര്യങ്ങളെല്ലാം ഇവിടെ കടന്നു പോവുകയാണ്. കാരണം ഈ അഭിരാമിയെ താങ്ങി പിടിച്ചുകൊണ്ടുവരുന്ന ഗൗതത്തേക്ക് ഈ നന്ദ കാണുകയാണ്. ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴേക്കും അവിടെ വലിയൊരു പൊട്ടിത്തെറിയന്നെ തന്നെ ഉണ്ടാകുകയാണ്. ഇന്ത്യ വരത്തിൽ വലിയൊരു പ്രശ്നമാണ് കുതിച്ചുയരാനായിട്ട് പോകുന്നത്. അതൊക്കെ അറിയാനായിട്ട് നിങ്ങൾ അടുത്ത ആഴ്ചയിലെ എപ്പിസോഡുകൾ എല്ലാവരും കാണണേ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു സി അഗൈൻ. ബൈ.